ഞാൻ പോയിട്ട് വരട്ടെ. ഈ യാത്രയും ചോദിച്ച് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിലോട്ട്. എനിക്കൊരു പിടുത്തവും ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഇല്ല ഇതിനകത്ത് കയറിയിട്ട് എന്താ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളിവിടെ കിടന്ന് കറക്കുകയാണ് ഗൈസ്. ആരാ പറഞ്ഞ എയർ ഏഷ്യയൊക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് ആദ്യം ഇട്ടുകൂടായിരുന്നു. ചെക്കിനും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നമാണിത്. എൻ്റെ പൊന്നു എന്നോട്ട് കാണാൻ തുടങ്ങിയതാണ് ഇതിൻ്റെ അകത്തെങ്കിലും ഒന്ന് കയറണമെന്നുള്ളത്. അമ്പും ഇങ്ങനെ ഫൈനലി ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. ചെക്കിൻ കഴിഞ്ഞു, ഇനി എമിഗ്രേഷൻ. ഫൈനലി സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അകത്തെത്തിയപ്പോഴാണ് ആ സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നത്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഡിലേ ആണ്. 12:30 സ്കെഡ്യൂൾ ചെയ്തിരുന്ന ഫ്ലൈറ്റ് പിന്നീട് കാണിക്കുന്നത് 2 മണിയാണ്. ഈ സമയം എങ്ങനെയെങ്കിലും ഒക്കെ കളയണമല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എയർപോർട്ടിനുള്ളിൽ വെച്ച് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അഭിയേയും ശില്പയും പരിചയപ്പെട്ടു. കരളി ട്രെയിൽസിന്റെ ഗ്രൂപ്പ് ട്രിപ്പാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കപ്പിളാണ് അഭിയും ശില്പയും. അവരെ പരിചയപ്പെട്ട് കുറച്ചു നേരം അവരോട് വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിനുള്ള ടൈമായി. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. എക്സൈറ്റ്മെന്റ് കാരണം ഞാനും നന്ദോണനും ഒരു ക്യാമറയും ഫോണും ഒക്കെ തുറന്നു പിടിച്ച് വീഡിയോസ് എടുപ്പും ഫോട്ടോസ് എടുപ്പും ഒക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ആദ്യത്തെ വിമാനയാത്രയാണിതെന്ന് പറയുന്നത്. ആൻഡ് വേറൊരു സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ഒരാൾക്ക് വിൻഡോ സൈഡ് കിട്ടുകയും ചെയ്തു. ഫ്ലൈറ്റിൽ കയറി അവരോട് ഞങ്ങളുടെ സീറ്റൊക്കെ ഏതാണെന്ന് ചോദിച്ച് സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ സീറ്റിലോട്ട് പോയി സെറ്റിലാവാൻ പോവുകയാണ്. ഗെറ്റ് ഔട്ട് ഹൗസ്. ഇവിടെ എത്രയൊക്കെ സൗകര്യമുണ്ട്, പറ്റുമെങ്കിൽ ഇരുന്നാൽ മതി. അവര് പറയും അവള് ഇരിക്കുന്ന കച്ചയും കെട്ടി. ഞാൻ ചേച്ചി പറയും പിന്നെ സീറ്റിലൊന്ന് സെറ്റിലായതും ഞാനും നന്ദോണനും കൂടെ പരസ്പരം എന്തൊക്കെയോ ചളികൾ പറഞ്ഞ് ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. അടുത്തിരിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ടോ ആവോ. അപ്പോഴാണ് ആ അനൗൺസ്മെന്റ്, ടേക്ക് ഓഫിന് സമയമായി. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ലിറ്ററലി ടേക്ക് ഓഫ് ടൈമിൽ എനിക്ക് അലറി വിളിക്കാനൊക്കെ തോന്നി. കാരണം അത്രയും എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. ആ മൊമെന്റ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യണം, ആ വീഡിയോസ് ഒക്കെ സൂക്ഷിച്ചു വെക്കണം എന്തൊക്കെ കാര്യം ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. എന്നിട്ട് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞൊന്ന് മയങ്ങി കണ്ണു തുറന്നതും കണ്ട കാഴ്ചതാ ഇതാണ്. നമ്മളെങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറി, നമ്മൾ എത്ര മണിക്ക് കയറി? 1:30, 2 മണിക്ക് കയറി ടേക്ക് ഓഫ് ചെയ്ത് പിന്നെ ഒന്നും കാണാൻ വയ്യ. ഞങ്ങൾ കിടന്നുറങ്ങി ഒരു 4 മണിക്കൂർ. എണീറ്റപ്പോൾ വെട്ടം. അപ്പം കണ്ട വ്യൂ എന്താണെന്നറിയാം? ഇതാണ് കണ്ടത്. മറക്കാൻ തെളിഞ്ഞില്ല. വിൻഡോ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിരുന്നപ്പോഴാണ് വീണ്ടും അനൗൺസ്മെന്റ് കേൾക്കുന്നത് ലാൻഡിങ്ങിന് സമയമായെന്ന്. അങ്ങനെ പയ്യെ ഞങ്ങൾ മലേഷ്യൻ മണ്ണിലേക്ക് ലാൻഡ് ചെയ്തു. ഏകദേശം 2.5 മണിക്കൂറോളമുള്ള ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എയർപോർട്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റിയത്. പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്തത് സിം കാർഡ് എടുക്കുവാണ്. കോളിങ്ങിനും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരും ഒക്കെ വേണ്ടിയിട്ട് ഒരു സിം കാർഡ് എടുത്തു. അത് കഴിഞ്ഞ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരൊക്കെ പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും വന്നപ്പോൾ അസംബിൾ ചെയ്ത് ഒരുമിച്ചാണ് കരളി ട്രെയിൽസ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ്സിലോട്ട് പോയത്. ബ്ലോഗ് ചെയ്യുന്ന ആൾക്ക് ധൈര്യം വേണം. സംസാരിച്ചുകൊണ്ട് വേണം ബ്ലോഗ് ചെയ്യാൻ. എന്താ സംസാരം? അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ അല്ല, നാട് റോഡിൽ പബ്ലിക്കിന്റെ ഇടയിൽ സംസാരിച്ചോണ്ട് ഓക്കെ. പല്ലി കഴിക്കാതെയാണ് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എമിഗ്രേഷനും ചെക്കിങ്ങിനും ഒക്കെ ഒരുപാട് സമയമുണ്ട്. ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു. 2 മണിക്കൂർ കൂടുതലൊക്കെ എടുത്തു ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന്. ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു 2 മണിക്കൂർ. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സമയം 10 മണി. 8:30 9 മണിയായി. 8 മണിയായി നമ്മൾ എത്തുമ്പോൾ. 8 മണി അല്ല, നാട്ടിലിപ്പോൾ 9:30.
ഇവിടെ സമയം 11:30. 12 മണിയാവും. ഒന്ന് ഫ്രഷ് ആവാനുള്ള സമയം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലഞ്ച് കഴിഞ്ഞ് നേരെ അവർ നമ്മൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു 5 മണിയാകുമ്പോൾ റെഡി ആയിട്ട് നിൽക്കണം, അവർ വന്ന് പിക്ക് ചെയ്യുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയി കതവ് തുറന്നതും ഞങ്ങൾ ഞെട്ടിപ്പോയി ലിറ്ററലി. ബിക്കോസ് അത്ര അടിപൊളി റൂമായിരുന്നു ഗൈസ്, അടിപൊളി റൂമായിരുന്നു. ഡോർ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു അവർ നമ്മുടെ അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി കിച്ചൺ ഏരിയ, ലിവിങ് ഏരിയ, അവിടെ നിന്ന് നേരെ വരുമ്പം ബെഡ്റൂം, ദെൻ ഒരു അടിപൊളി കിടിലൻ ബാൽക്കണി എന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. 13ാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം. രാത്രിയൊക്കെ ആ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ടൊക്കെ നോക്കുക എന്ത് രസമാണെന്നറിയോ. വണ്ടികൾ പോകുന്നതും ആ ബിൽഡിങ്സും ലൈറ്റ്സും ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളി റൂമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു 5 സ്റ്റാർ സെറ്റപ്പ് ഒരു ഹോട്ടലിൽ ഞങ്ങൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പോകുന്നത് ബാത്റൂം നോക്കാനാണ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ജാക്കൂസി ഉള്ള ഒരു റൂമിൽ ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു ഡ്രീമാണോന്ന്. എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇനി എന്നെ നോക്കണ്ട, ഞാൻ മലേഷ്യ ഒന്നും കറങ്ങിക്കാണാനൊന്നും വരുന്നില്ല, ഈ റൂമിൽ തന്നെ നിൽക്കാൻ പോവുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ റൂം. കാരണം ആ റൂമിൽ തന്നെ ആ പോയ 4 ദിവസം സ്പെൻഡ് ചെയ്താലും ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് അത്രയും അടിപൊളി ഒരു റൂമായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സമയം വളരെയധികമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. 5 മണിക്ക് അവർ പിക്കപ്പ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. സമയം ഓൾറെഡി 4:30 ആയി. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഷ് ആവണം, ഒരുങ്ങണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞങ്ങൾ അവിടെ പോയി ഫ്രിഡ്ജും അവിടെ ഉണ്ടായിരുന്ന സ്റ്റോറേജ് സ്പേസും വാഷിംഗ് മെഷീനും ഒക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പം കോഫി പൗഡറും ജാറും മഗ്ഗും കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അരിച്ച് പറക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയി ഫ്രഷായി റെഡിയായി ഇറങ്ങാനായിട്ട്. അപ്പം നന്ദോണം പറയാം മുകളിൽ ഇൻഫിനിറ്റി പൂൾ ഉണ്ടെന്നൊക്കെ. ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മൾ റൂമിൽ ഒന്ന് ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്, താഴെ അവർ എത്താറായി. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് വെച്ച് കാണാം. ചെക്ക് ഇൻ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ പെട്ടുപോയ ലിഫ്റ്റാണ്. ഇത് കണ്ട 13ാമത്തെ ലെവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഗ്രൗണ്ട് ആ, ഇത് നമ്മുടെ ലിഫ്റ്റ് ആക്സസ് കാർഡാണ്. നമ്മൾ അതിൽ ഞെക്കിയിട്ട് ഈ സെൻസറിൽ ഈ സാധനം ടാപ്പ് ചെയ്താൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഫ്ലോറിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, മലേഷ്യയിലെ ഫുഡ് സ്ട്രീറ്റിലേക്ക്. അപ്പോൾ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഫുഡ് സ്ട്രീറ്റ് അമ്മക്കൊന്നും കഴിക്കാൻ തോന്നുന്നു. പല വെറൈറ്റി ഓഫ് ഫുഡുകളായിരുന്നു. വെജ്, നോൺ വെജ്, ഡെസേർട്സ്. കാണാൻ എന്ത് രസമായിരുന്നു. പക്ഷെ കാണാനേ ഉണ്ടായിരുന്നുള്ളൂ രസം. എനിക്ക് നന്ദോണിന് ഒന്നുപോലും ട്രൈ ചെയ്ത് നോക്കാൻ തോന്നിയതേ ഇല്ല. കജില് നിനക്ക് എന്തോ വേണം പറ, ഞാൻ മേടിച്ചു തരാം. നിനക്ക് ഞാൻ ഒന്നും മേടിച്ച് തരുന്നില്ല എന്നുള്ള പരാതി. എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരണ്ട, എനിക്ക് പകരം ഇയാള് നല്ല അല്ലാത്ത സാധനങ്ങൾ മേടിച്ചു തരാം. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ, ഓരോന്നും വിവിധ തരത്തിലുള്ള മത്സ്യ വിഭവങ്ങളുണ്ട്. പക്ഷേ ഒരു വക പോലും വായിലോട്ട് വെക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സംഭവം. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കഴിക്കാൻ കേട്ടോ. എനിക്കെന്തോ ഒന്നും കഴിക്കാൻ തോന്നുന്നു. ഞങ്ങളിവിടെ ഒന്നും വാങ്ങിച്ചില്ല, ഒന്നും കഴിച്ചു. മീൻസ് അവരെ കൂടെ വന്നവരൊക്കെ വാങ്ങിച്ചു, അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്തു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അങ്ങനെ നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, നമ്മുടെ മസാല മീറ്റ് അങ്ങനെയൊന്നും അല്ല. ഇവരുടെ കുക്കിംഗ് സ്റ്റൈൽ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനൊരു കൺട്രിയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ഒതന്റിക് ടേസ്റ്റിൽ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ വരുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് അത് കൂടത്തില്ല. ഞങ്ങൾക്ക് 6:30 തിരിച്ച് ബസ്സിൽ ചെല്ലണം എന്നാണ് പറഞ്ഞത്. ഏകദേശം ഇപ്പം 6:30 ആവാറായി. ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. എങ്ങനെയൊക്കെയാണ് ഓരോന്നും ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ട് ഇവരുടെ ഒരു കൾച്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ യാത്രയിലെ ലക്ഷ്യം. ഞങ്ങളുടെ മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ട്വിൻ ടവറിലോട്ടാണ് പോകുന്നത്. സോ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം.
ഞങ്ങൾ ട്വിൻ ടവറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പോണത് ട്വിൻ ടവർ അല്ല, ഞങ്ങൾ വേറെ സലോമ ബ്രിഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞിടത്തേക്കാണ്. അവിടെ പോയതിന് ശേഷം ഞങ്ങൾ ഇവിടെ വരും. ഇനി നമ്മളിപ്പോൾ നടന്ന് സലോമ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. എന്താണ് ഈ സലോമ ബ്രിഡ്ജ്? അതെനിക്കറിയില്ല, പോയി ഫുഡ് സ്ട്രീറ്റിലെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് സലോമ ബ്രിഡ്ജ് ആൻഡ് ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം സലോമ ബ്രിഡ്ജ്. പല വെറൈറ്റി കളറിലാണ് സലോമ ബ്രിഡ്ജ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുറേ ഫോട്ടോസ്, പല കളറിലുള്ള ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതിനകത്തൂടെ ഒന്ന് നടന്നു. അതിലിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി നടന്നാൽ അങ്ങനെയാണ്. ഇത് ഷേക്ക് ആവുന്നുണ്ടോ? എനിക്കിത് ഷേക്ക് ആവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. സലോമ ബ്രിഡ്ജിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ട്വിൻ ടവർ കാണാനാണ്. ട്വിൻ ടവർ ഞങ്ങൾ ചെന്നതിനന്ന് ഗ്രീൻ കളറിലായിരുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ രണ്ടിടത്തും ഞങ്ങൾ കണ്ടൊരു കോമൺ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഫോണും പിന്നെ ആ ഫോണിൻ്റെ അറ്റത്തൊരു ചെറിയ ബൾബ് പോലത്തെ ഒരു സാധനം ഘടിപ്പിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു തരുന്നതിന് 10 റിങ്കറ്റാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ഭയങ്കര നഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഫോണിൽ തന്നെ ഫോട്ടോസ് എടുത്തു. അവരുടെ വെളിച്ചത്തിൻ്റെ ഒരു പച്ചയിലൊക്കെ നിന്ന് നമ്മൾ ഞങ്ങളുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. എന്നിട്ട് നേരെ വന്ന് ട്വിൻ ടവറിൽ കയറി. ട്വിൻ ടവറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മോളുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് കയറിയത്. മുകളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് കുറച്ച് എക്സ്പെൻസീവാണ്. അതിപ്പോൾ അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് മോള് കാണാമെന്ന് വിചാരിച്ചു. മോള് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡെക്കോറൊക്കെ ചെയ്തിട്ടേക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മാളിൽ കയറി ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചിറങ്ങി. വെച്ചാൽ കാണാനുണ്ട്, പക്ഷെ ഒന്നും മേടിക്കാനൊന്നുമില്ല. അതൊക്കെ ഭയങ്കര പ്രീമിയം എന്ന് പറഞ്ഞാലും പോരാ അല്ലേ? കൊണ്ടുവന്ന സാധനമൊന്നും കൊണ്ടുവന്ന റിങ്കറ്റൊന്നും പോരാ, കുടുംബം മിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അതെ 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 അതെ. അപ്പോൾ ബൈ ദുബായ്. ഓക്കെ ബൈ ബൈ.